കുറച്ച് റൈസ് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് യുണീക്കായിട്ടുള്ള റൈസ് റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അങ്ങനെ ഇനി ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ബീറ്റ്റൂട്ട് റൈസാണ്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. ഏറ്റവും ആരോഗ്യമുള്ള ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം പാകം ചെയ്യുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. മുട്ട ചേർത്താണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് തയ്യാറാക്കുന്നത്. ബീറ്റ്റൂട്ട് എഗ് റൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ചുവട് കട്ടിയുള്ള ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് നമുക്ക് ബട്ടർ ഇടാം. ഉരുകി വരുമ്പോഴത്തേന് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി അഥവാ ഗാർലിക് ഇടാം. ഈ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകാൻ തുടങ്ങുന്ന ഉടനെ നമുക്ക് അതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇടാം. അഥവാ അതില്ല എങ്കിൽ വറ്റൽമുളക് പൊടിച്ചിട്ടാൽ മതി. അതിനോടൊപ്പം ചെറുതായിട്ട് അരിഞ്ഞ ചുവന്നുള്ളി. ഉള്ളിയൊക്കെ ഈ ഗീക്കകത്ത് മൂത്ത് വരുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെങ്കിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യണം, കരിഞ്ഞു പോകാതെ. അതുപോലെ തന്നെ നമ്മൾ റൈസ് യൂസ് ചെയ്യുന്നത് ഒന്നിൽ തലേദിവസമേ ഫ്രിഡ്ജിലിരുന്ന് റൈസ് എടുക്കുക, അതല്ല എങ്കിൽ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുക്കുക. ചൂടായിട്ട് കുക്ക് ചെയ്ത റൈസ് അപ്പം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ചോറിനും കൂടെയുള്ള ഉപ്പ് വേണമല്ലോ. അപ്പോൾ ഉള്ളി ഒരു പകുതി വഴലുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. ഈ ഉള്ളി ഇപ്പം ഒരുവിധം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 4 കപ്പ് റൈസിന് 1 കപ്പ് ബീറ്റ്റൂട്ട് എന്നുള്ള മട്ടിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പക്ഷേ ബീറ്റ്റൂട്ട് കൂടുതൽ ആയിപ്പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ചുകൂടെ കൂട്ടുകയോ അതുപോലെ തന്നെ കുറയ്ക്കുകയോ ചെയ്യാം. പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ചെറിയ തീയിലൊന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വെന്തും കിട്ടും. ബീറ്റ്റൂട്ടിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ആ വെള്ളം കൊണ്ട് തന്നെ ബീറ്റ്റൂട്ട് വെന്തോളും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇത് വെന്തിട്ടുണ്ട്. ഇനിയും പക്ഷേങ്കിൽ ഇതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആകണം. അതുകൊണ്ട് ഫ്ലെയിം ഒരു കുറച്ച് കൂടുതൽ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് ഡ്രൈ ചെയ്താൽ മതി. ആവശ്യമുള്ളതുപോലെ നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുട്ട ചേർക്കാം. അപ്പോൾ ഒരു 4 കപ്പിന് 3 മുട്ട അല്ലെങ്കിൽ 4 മുട്ട ആയാലും കുഴപ്പമില്ല. മുട്ട ചേർക്കുന്നതുകൊണ്ട് നമുക്ക് അല്പം സോൾട്ട് ആൻഡ് പെപ്പറാണിത്, അതൊരിട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾഡ് എഗ് പോലെ ആക്കിയാൽ മതി. പാനിൽ പിടിക്കാൻ സമ്മതിക്കരുത്, അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. മുട്ട പകുതി വേകുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ബീറ്റ്റൂട്ടുമായിട്ടും ചേർത്തിളക്കാം. വളരെ ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ളതാണ്. ഇങ്ങനെ ഇച്ചിരി ലൂസായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നമുക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ ഇടാം, ഇഷ്ടം പോലെ ഇടാം. പക്ഷെങ്കിൽ തണുത്ത റൈസാണ് നല്ലത്, നേരത്തെ വെച്ചത്. അതാകുമ്പോൾ വെന്ത് പോകത്തില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീറ്റ്റൂട്ട് റൈസ് ഇപ്പോൾ റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ, എളുപ്പമുള്ള റെസിപ്പി അല്ലേ. ഇതിനകത്ത് മുട്ടയും അതുപോലെ തന്നെ വെജിറ്റബിളും ഒക്കെ ഉള്ളതുകൊണ്ട് ഹോൾ മീലായിട്ട് കഴിക്കാവുന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നല്ലൊരു ബുൾസൈ അല്ലെങ്കിൽ സണി സൈഡ് അപ്പ് അതുകൂടെ ചെയ്താൽ അടിപൊളി കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസും ഫീഡ്ബാക്കും ഒക്കെ കമൻസ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.